ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് അപ്പോൾ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വെട്ടവും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ വന്ന് നിൽക്കുന്നത്. 2 സൈഡിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇരുട്ടായിരിക്കും. ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുവിധമല്ല, നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിപ്പോൾ താങ്ങാൻ പറ്റും, വെള്ളം തൊടുമ്പോഴൊന്നും പ്രശ്നമൊന്നും ഇല്ല. പിന്നെ നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം നവംബറിൽ തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം പോലെ ഉള്ളൂ. പക്ഷെ കുറഞ്ഞു വരുവാന്ന് തന്നെ നമുക്ക് അറിയുകയും ചെയ്യാം. കുറച്ച് ദിവസം നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ 2-3 ദിവസം കൊണ്ട് രാവിലെ നല്ല കോടമഞ്ഞ. എന്നാലും തണുപ്പ് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എന്തോ പണിയോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ JCBയുടെ ഒക്കെ ശബ്ദം രാത്രിയിലും ഒക്കെ ഇപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസാ. അതെന്തോ പൈപ്പ് അങ്ങാണ്ടേ പൊട്ടി. നമുക്കും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ നമുക്ക് വെള്ളം വരുന്ന ആ സ്ഥലത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ തുള്ളി ഇങ്ങനെ നൂല് പോലെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വാഷിംഗ് മെഷീൻ്റെ കമ്പനിയിൽ തന്നെ കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ വന്ന് നോക്കട്ടെ, ഇവിടുത്തെ പ്ലംബറെ വിളിച്ചിട്ട് അവർ അറിയാതെ ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെഷീന് പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചിട്ട്. കാരണം ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് കഴുകാനങ്ങോട്ട് ഇട്ടപ്പോഴാണ് ഈ പ്രശ്നം കണ്ടത്. പിന്നെ ഞാൻ ബക്കറ്റിൽ പിടിച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തത്. അപ്പം മെഷീൻ്റെ പ്രോബ്ലം അല്ല അത്, ശരിക്കും ഇവിടുത്തെ എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അവർ വന്നിനി നോക്കണം. അതുകൊണ്ടിപ്പോൾ കഴുകിയിടാനുള്ള ഒരവസ്ഥയൊന്നും അല്ല. എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വ്ളോഗിലേക്ക്, ഒരുവിധം തുണികളൊക്കെ ഞാൻ കഴുകി മാറ്റി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. രാക്കെ 3 ദിവസത്തേക്ക് ഒഫീഷ്യലി പോയേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളി, ശനി, ഞായറാഴ്ച വൈകുന്നേരം വരത്തുള്ളൂ. ഞാനും അങ്കും ഉള്ളൂ. അപ്പോൾ അവൻ്റെതായ എന്തൊക്കെ ആഗ്രഹങ്ങൾ, ഫുഡൊക്കെ ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. കാരണം രാക്കിയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മടിക്കുക. കാരണം 3 പേർക്ക് ഒരുമിച്ചുള്ള ഫുഡേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ. അവന് റെയറായിട്ടേ അവൻ്റെ ഇഷ്ടമുള്ള ഫുഡുകൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. എങ്കിലും പൊതുവേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡേ നമ്മൾ തട്ടി കൂട്ടത്തുള്ളൂ. അപ്പോൾ അവൻ്റെ കുറേ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി അവന് കൊടുക്കുന്നത്. പിന്നെ അവൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫൈനൽ എക്സാം ഒക്കെ ആവാറായല്ലോ. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറും കഴിയാറായി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നുകൊണ്ട് വരികയാണ്. നമ്മൾക്ക് വയസ്സായി വരികയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാം എനിക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക് യു കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുന്ന എനിക്ക് ഒത്തിരി മനസ്സോടുകൂടി തന്നെയാണ് ഞാനത് വായിക്കുന്നതും. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ ആ ഒരു സ്പോട്ടിലേ എടുത്തിട്ടുള്ളൂ ഇതുവരെ. കാരണം നെഗറ്റീവ് ആയിട്ട് അങ്ങനെ എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നല്ല അഡ്വൈസസേ എനിക്ക് വന്നിട്ടുള്ളൂ. ഒരിക്കലും നെഗറ്റീവ് ആരും അങ്ങനെ ഇട്ടായിട്ട് എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ പോസിറ്റീവ്സ് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി താങ്ക് യു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോയേ. നമ്മളിവിടുത്തെ റോസാപ്പൂവോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരത്തെ ഞങ്ങളുടെ ഡിന്നറാണ് കേട്ടോ. അപ്പോൾ ഞാനും അങ്കുവല്ലേ ഉള്ളൂ. അപ്പോൾ അതേ നാൻ വാങ്ങിയിട്ടുണ്ട്, തന്തൂരി ചിക്കൻ. അതിൻ്റെ കൂടെ ഒരു സാലഡ് പോലെ കിട്ടും കേട്ടോ, നമ്മുടെ ക്യാബേജ് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. പിന്നെ ഒരു ഗ്രീൻ ചട്നിയും പിന്നെ മുട്ടക്കറി. ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അങ്കുവിന് വേണ്ടിയാണ് മെയിൻലി തന്തൂരി ചിക്കൻ വാങ്ങിച്ചത്. എനിക്ക് ആ മുട്ടക്കറിയാണ് ഏറ്റവും ഇഷ്ടം. അവന് കുറേ ദിവസം കൊണ്ട് ചിക്കൻ വേണമെന്ന് പറയുന്നു. അപ്പോൾ രാക്കെ വന്നിന് റൊത്തയ്ക്ക് പോയാലേ നമുക്ക് ചിക്കൻ വാങ്ങാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഇവിടെ 2-3 ദിവസമായിട്ട് മൂടിപ്പിടുത്തമാണെന്ന്. ഇതേ പുറത്തോട്ട് നോക്കുമ്പോൾ മൂടി കിടക്കുക. മണി 10 ആവാൻ പോകുന്നു, പക്ഷേ ഇതുവരെ വെയിൽ വന്നിട്ടില്ല. 9:45 കഴിഞ്ഞു, 9 ഡിഗ്രിയാണ്. പക്ഷേ വലിയ തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ അങ്കുവിന് ഒരു പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഓട്സും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഞാൻ പഴം, നല്ല പഴുത്ത പഴം, നമ്മുടെ റോബസ്റ്റ പഴം പോലത്തെ ഇവിടെ കിട്ടുന്ന മഞ്ഞപ്പഴമാണ്, അത് 2 എണ്ണം ഒന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പാല് പാടയോടുകൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. പിന്നെ കുറച്ചൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കല്ല് വെച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കാരണം ഇളകി വരുന്ന ഒരു സെറ്റപ്പിലേ നമ്മൾ പാൻ കേക്ക് ഒഴിക്കാവൂ, അല്ലെങ്കിൽ പെട്ടുപോകും. കാരണം പഞ്ചസാരയും പഴമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അതേ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുമിള പൊങ്ങി തുടങ്ങുമ്പോൾ അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഇനി തിരിച്ചിടാം. ഇത് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അടച്ച് വെക്കുന്നത് കേട്ടോ, നമ്മുടെ അപ്പമൊക്കെ നമ്മൾ അടച്ച് വെക്കുന്ന പോലെ. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് അടച്ച് കൊടുക്കുക. കുറച്ചും കൂടെ നല്ല ഫ്ലഫിയും സോഫ്റ്റും ആവും. ഓൾറെഡി പഴം ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അതേ നമ്മുടെ പാൻ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. മുട്ടയിട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ, പക്ഷേ മുട്ടയെക്കാട്ടും പഴമാണ് കുറച്ചും കൂടെ നല്ലത്. മുട്ടയാകുമ്പോൾ ഒരു സ്മെല്ലും പിന്നെ നമ്മൾ എസെൻസ് ഒക്കെ ചേർക്കേണ്ടി വരും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് വെജിറ്റേറിയൻസിനും എല്ലാം കഴിക്കാൻ പറ്റും. പിന്നെ അത് അങ്ങനെ പാൻ കേക്ക് ചുട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ഞാൻ കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്, ചോക്ലേറ്റ് സിറപ്പ്. കൂടെ ഒരു പഴവും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പീനട്ട് ബട്ടർ ഇട്ട് കഴിച്ചാലും ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു, പക്ഷേ അവന് കുറച്ചും കൂടി ഇഷ്ടം സിറപ്പാണ്. പിന്നെ എനിക്ക് വേണ്ടി ലാസ്റ്റ് ഒരെണ്ണം ചുട്ട് ഞാൻ ചായയുടെ കൂടെ കഴിക്കുകയെ. അപ്പോൾ നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ടേ, ജ്യോതി. പുള്ളിക്കാരി തൂത്ത് കടച്ച് പോയതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇന്നിവിടെ ബസന്ത് പഞ്ചമി എന്ന് പറഞ്ഞൊരു വിശേഷം കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് സരസ്വതി പൂജ നടത്തുന്ന ദിവസമാണ്.
കുറച്ച് അരി ഉഴുന്നും വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങ് ആട്ടി വെച്ചു. എനിക്കിതിങ്ങനെ മാവ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. തീരും തോറും കുറേശ്ശെ അരച്ച് വെച്ചാലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആകുമല്ലോ. പിന്നെ ഞാനന്ന് കടയിൽ പോയപ്പോൾ കിന്നു വാങ്ങിച്ചത് കാണിച്ചില്ലേ, അതൊന്ന് ജ്യൂസ് അടിച്ച് നമ്മുടെ അങ്കുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുവേണ്ടി ഈ ജ്യൂസറാണ് എടുത്ത് വെച്ചേക്കുന്നത്. പണ്ട് അങ്കു കുഞ്ഞായിരുന്നപ്പോൾ ഇതിനകത്തായിരുന്നു ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ ഇപ്പോഴും അമ്മ വന്നപ്പോഴത് ശരിക്കും വീണ്ടും യൂസ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് തന്നെ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കുരുവോടുകൂടി തന്നെ ഇതിനകത്ത് വെച്ച് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ കുരുവൊക്കെ ആ സൈഡ് ഇങ്ങനെ കണ്ടോ, അതിനകത്ത് അങ്ങ് സ്റ്റക്കായി ഇരുന്നോളും. ലാസ്റ്റ് നല്ല തിക്കായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടുകയും ചെയ്യും. കണ്ടോ, എല്ലാം നന്നായിട്ട് ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. കുരുവൊക്കെ പോയി കണ്ടോ, നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ റിയലിൻ്റെയൊക്കെ ചില ജ്യൂസുകൾ പൾപ്പി ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ല, അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അങ്കുവിന് പിന്നെ ഒത്തിരി ഇഷ്ടമായി ഇങ്ങനെ ചെറിയ പുളിയോടുകൂടി പഞ്ചസാരയോ വെള്ളം ഒന്നും ഒഴിക്കാതെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അരിക്കൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 3 കിന്നുവിൻ്റെ ജ്യൂസാണിത്, നല്ല കട്ടി ജ്യൂസ്. ഇവിടെ ഈ ഓറഞ്ചിന്റെ ഇങ്ങനെ സീസണിൽ റോഡ് സൈഡിൽ കിട്ടും ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ. കുറച്ച് ഹൈജീനിക് ആണ് കേട്ടോ, ഞങ്ങൾ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെയും പോലെ എന്നെ പുകഴ്ത്തി അങ്കു കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുവേ. Best orange juice I've ever had in my entire life. No glazing. By far the best. By far. And no glazing. It's just the truth. It is the truth. അവൻ അങ്ങനെ കേട്ടോ, അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഭയങ്കര വിലയായിരിക്കും, അവന് ഭയങ്കര പുകഴ്ത്തല, അതിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി വല്ല യോഗയോ കാര്യങ്ങളോ ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ ടൗൺഷിപ്പിൽ തന്നെ ഒരു യോഗ ടീച്ചർ ഉണ്ടായിരുന്നു, പക്ഷേ അവരിപ്പോൾ ഇവിടുന്ന് പോയി. അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ ബ്ലോക്കിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ഒരു നഷ്ടമായി. അപ്പോൾ ചെറിയ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് രാജ്മ നന്നായിട്ട് രാത്രിയിൽ കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. റെഡ് രാജ്മയും അതുപോലെ തന്നെ വൈറ്റ് രാജ്മയും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടത്. നന്നായിട്ട് കുതിർന്ന് ഇട്ടിട്ടുണ്ട്. രാജ്മ നന്നായിട്ട് കുതിരാണ് കേട്ടോ, എന്നാലേ അത് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ രാത്രിയിൽ കഴുകി ഒന്ന് കുതിർത്തി വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ വേകാനായിട്ട് ഞാൻ അതിലേക്ക് ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു കഷ്ണം തക്കോലം, ബേ ലീഫ്, ഇവിടെ കടേ ഗരം മസാല എന്ന് പറയും, നമ്മുടെ ഹോൾ സ്പൈസ് എന്താ പറയുക, മുഴുവൻ മസാലകൾ, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വേവിക്കാം. ഉപ്പിട്ട് വെച്ചാൽ നല്ല കുതിർന്നതാട്ടോ, രാജ്മ നന്നായിട്ട് കുതിരണം. കുതിരുകയും വേണം, വേഗം വേണം, എന്നാലേ രാജ്മയുടെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാനൊരു 5-6 വിസിൽ ഹൈ ഫ്ലെയിമിൽ കൊടുത്ത് ആവി മാറി തുറന്നിട്ട് മസാല ഞാൻ സെപ്പറേറ്റ് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് മസാലാസൊക്കെ ഇട്ട് സെപ്പറേറ്റ് എടുത്ത് നമ്മുടെ ഈ രാജ്മയിലിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ, കാരണം ഈ രാജ്മയ്ക്ക് പെട്ടെന്ന് വെള്ളം പിടിച്ച് കൊഴുക്കും. അപ്പോൾ എത്രത്തോളം വെള്ളം ഒഴിക്കാവോ അത്രയും നല്ലതാണ്. എന്തായാലും ഇരിക്കും തോറും നന്നായിട്ട് കൊഴുത്ത് വരുന്നൊരു സംഭവമാണിത്. സാധാരണ പയറ് പോലെ അല്ല ഇത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ ഞാൻ ജീര റൈസ്, രാജ്മയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജീര റൈസ്. ഒന്നുമില്ല, ബസ്മതി അരി ഒരുപാട് അങ്ങ് വേവിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ ചോറിൻ്റെ അത്രയും വെന്തിട്ടില്ല, ഒരു 3/4 കൂടുതൽ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും ജീരകവും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് ഈ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ട് ഇളക്കി എടുത്തതാണ്. അങ്ങനെ ആ ജീര റൈസ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ജീര റൈസ് അങ്ങനെ ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല ഞാൻ, പക്ഷേ രാജ്മയുടെ കൂടെ ബെസ്റ്റ് പെയർ എന്ന് പറഞ്ഞാൽ ജീര റൈസ് ആട്ടോ. ജീര റൈസിന് നല്ലത് ബസ്മതി അരിയുക, സോന മസൂരി അത്രയ്ക്ക് അങ്ങോട്ട് പോകില്ല. ഈ രാജ്മ എന്ന് പറയുന്ന ഒത്തിരി ഗുണങ്ങളുള്ള ഒരു പയറ് തന്നെയാണ്. നമ്മൾ ആ രീതിയിൽ വെക്കേണ്ട രീതിയിൽ വെച്ചാൽ ഇത് അടിപൊളിയാ. അതല്ലാന്നുണ്ടെങ്കിൽ ടെററും ആട്ടോ. നല്ല രീതിയിൽ രാജ്മ വെച്ചില്ലെങ്കിൽ വായിക്ക് വെക്കാൻ കൊള്ളത്തില്ല. കാരണം പൊതുവെ കൊഴുപ്പുള്ളതാണ്, ഇരുന്ന് കുറുകും. അപ്പം നന്നായിട്ട് സോക്ക് ചെയ്ത് വേവിച്ച് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. കൂടെ അച്ചാറോ തൈരോ പപ്പടോ ഒന്നുമില്ല, സിമ്പിൾ ഇങ്ങനെ കഴിക്കുക. എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. കാരണം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രുചി അങ്ങ് എടുത്തിട്ട് പോകും. ഇങ്ങനെ തന്നെ നമുക്ക് രാജ്മയും നമ്മുടെ ജീര റൈസും കഴിക്കാവേ. ഇന്ന് രാവിലെ തന്നെ ഞാൻ നമ്മുടെ അങ്കുവിൻ്റെ തലയിലും തേത്തൊക്കെ കുറേ എണ്ണ തേച്ചിട്ടാണ് കുളിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ എണ്ണ തേപ്പ് ഈ തണുപ്പ് തുടങ്ങിയാൽ വളരെ കുറവാണ്. ഞാനും തലേ ദിവസം നന്നായിട്ട് തലയിൽ എണ്ണ തേച്ച് കുളിച്ചായിരുന്നു. കാരണം എണ്ണ ഒരുപാട് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് ഈ തണുപ്പും പിടിച്ച്. അപ്പോൾ നമ്മൾ മാക്സിമം എണ്ണ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും ഈ തണുപ്പ് കാലത്ത്. അമ്മയും പാറും ഒക്കെ വന്നപ്പോൾ നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ പാലട പായസം മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് പകുതി ഞാനൊരു പ്രാവശ്യം വെച്ചത് കാണിച്ചായിരുന്നു. അപ്പം ഡേറ്റ് നോക്കിയപ്പോൾ 2025 മാർച്ച് വരെ ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു 1.5 ലിറ്റർ പാൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഉണ്ട്. പഞ്ചസാരയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്കങ്ങ് ഇട്ടങ്ങ് തിളപ്പിച്ചാൽ മതി. അപ്പം ഞാൻ 1.5 ലിറ്ററോളം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഉള്ളത് ഉണ്ടാക്കാൻ കുറച്ച് പേടിയാണ്. കാരണം ഇതിന് മുന്നേ ഞാൻ ഏതോ
ഒരു സംഭവം ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ പാലിലൊഴിച്ചപ്പോൾ പിരിഞ്ഞു പോയി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവരതിനകത്ത് മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുന്തിരിങ്ങ ഉള്ളത് സൂക്ഷിക്കണം, പാല് പിരിഞ്ഞു പോകും. ഇതിനകത്ത് പക്ഷേ മുന്തിരിങ്ങ ഒന്നുമില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ കിടപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു 10-35 മിനിറ്റോളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ശരിക്കും അടിക്കൊന്നും പിടിക്കുന്നില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവും. നമ്മൾ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ചൂടോട് ഒഴിച്ചിട്ട് ഒരു റോബസ്റ്റ പഴവും കൂടെ ഇട്ടിട്ട്, കാരണം ഇതിൻ്റെ കൂടെ ഈ പഴം നല്ല കോമ്പിനേഷനാണ്. രാക്കയാണെങ്കിൽ അച്ചാറും കൂട്ടി കഴിക്കും. രാക്കയ്ക്ക് ഈ റെഡിമെയ്ഡ് പാക്കറ്റ് പായസം ഒക്കെ പിടിച്ചാട്ടോ. രാക്കയെ തന്നെ സൂപ്പറായിട്ട് കുറുക്കി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ പായസമൊക്കെ ഇപ്പൊ കേട്ടോ. വന്നോ രാക്കെ അപ്പോൾ വന്നിട്ടുണ്ടേ. റൂമിൽ ചെന്ന് വെച്ച് നോക്കിയിട്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നോട്ടെ അമ്മാന്ന് ചോദിച്ചു. അവരോ വന്നു. നീ വെച്ച് നീ ഒന്ന് വാങ്ങിച്ചു വെക്കടാ. എന്ത് സാധനം ആദ്യം കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ തൂത്തടിച്ച് നടക്കും. അതാണ് അവർ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കൗബോയുടെ തൊപ്പി എന്നൊക്കെ പറയത്തില്ല, അതാ സംഭവം. ബാക്കിലോട്ട് പോയി നിക്ക്. കൗബോയ് ആയി നീ. നേരെ നോക്കുമോ? നോക്ക്. അപ്പോൾ ഇവിടെ ബസന്ത് പഞ്ചമി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ നമ്മുടെ ടൗൺഷിപ്പിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സരസ്വതി പൂജ ഉണ്ടായിരുന്നു. ഇന്നിവിടെ നമ്മുടെ നാട്ടിലെ പോലെ എഴുത്തിനിരുത്തും കേട്ടോ, ഇവരുടേതായ ഒരു രീതിയിലും കാര്യം പൂജയൊക്കെ വെച്ചിട്ട്. മെയിൻലി മഞ്ഞ ഡ്രസ്സാണ് നമ്മൾ ഇട്ടുകൊണ്ട് പോകേണ്ടത്. ഇവിടെ ഓസ്പീഷ്യസ് ആയിട്ട് മഞ്ഞ ഡ്രസ്സാണ് മെയിൻലി ഈ പൂജയ്ക്കും കാര്യങ്ങളും ഒക്കെ അവർ നോക്കുന്നത്. മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച്, ഓൾമോസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് പോലെ. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയുള്ളൊരു ദിവസമാണ് ഇന്ന്. ഭയങ്കര വിശേഷമാണ് ഇവിടെ. ഇവരുടെ സ്കൂളിൽ നിന്നൊക്കെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്കൊരു മലയാളം പാട്ടില്ലേ, വാസന്ത പഞ്ചമി നാളിൽ എന്ന് പറഞ്ഞ്, അതുപോലെ അതായിരിക്കും ഈ വസന്ത പഞ്ചമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അഡിയേഴ്സ് ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. Bye bye.